ടൈം നമ്മൾ ഈ സൈറ്റിൽ വന്നപ്പോൾ നോർമലി കാണുന്ന ഒരു ഫൗണ്ടേഷൻ ഹൈറ്റ് അല്ല ഇത് കുറച്ചുകൂടി കൂടുതൽ ഫൗണ്ടേഷൻ ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ്? ഓക്കെ, ഓൾറെഡി നമുക്ക് ഈ സൈറ്റിൻ്റെ ഹൈറ്റ് കൂട്ടാനുള്ളതാണ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് ഒരു പോക്കറ്റ് റോഡ് കയറിയിട്ടാണ് നമ്മുടെ പ്ലോട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ തന്നെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഈ റോഡ് ലെവലിൽ നിന്ന് താഴ്ന്നിട്ടാണ് പ്ലോട്ട് നിൽക്കുന്നത്. അപ്പോൾ ഡ്രെയിനേജ് ഇഷ്യൂസ്, റെയിൻ വാട്ടർ വന്ന് നമ്മുടെ പ്ലോട്ടിന് ചുറ്റും കെട്ടിക്കിടക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഇനി ഭാവിയിൽ ടൗൺ ഏരിയ ഒക്കെ ആയതുകൊണ്ട് ഇവിടെ റീകൺസ്ട്രക്ഷൻ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അധികം ബിൽഡിങ്സ് ഒക്കെ വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് ഈ പറഞ്ഞ സെയിം ഡ്രെയിനേജ് ഇഷ്യൂ അവിടെ നമുക്ക് വരാം. അപ്പോൾ അതും കൂടെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മെയിൻ റോഡിൻ്റെ വാട്ടർ ലെവലിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഫൗണ്ടേഷൻ ഹൈറ്റ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു 10 years കഴിഞ്ഞിട്ടായാലും നമുക്ക് എന്തെങ്കിലും എക്സ്പാൻഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് ഈ ഏരിയയിൽ ഉണ്ടായാലും ഡ്രെയിനേജിൻ്റെ ഇഷ്യൂസ് നമുക്കിവിടെ ഉണ്ടാവില്ല. ഇപ്പോൾ ഈ സൈറ്റിൽ ഓൾറെഡി തന്നെ കുറച്ച് വാട്ടർ ലോഗിങ് ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന ഫൗണ്ടേഷനിൽ നിന്ന് ഒരു 2 inch താഴ്ന്ന് നമ്മൾ സോയിൽ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തിട്ട് ആ ഒരു ഡ്രെയിനേജ് ഇഷ്യൂസിനെ സോൾവ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. Insar and our builders, where luxury meets trust, and every home is built with your satisfaction in mind.